വിദ്യാഭ്യാസത്തിനൊപ്പം മികച്ച കരിയറാണ് ലക്ഷ്യമെങ്കിൽ സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് നിങ്ങളെ സ്വാഗതം ചെയ്യും. അതിമനോഹരമായ ക്യാമ്പസും ഏറ്റവും മികച്ച പഠനാന്തരീക്ഷവും ഇവിടെ സമന്വയിക്കുന്നു. ഫസ്റ്റ് ക്യാമ്പസ് ഇൻ കേരള വിത്ത് ഇന്റഗ്രേറ്റഡ് പ്രൊഫഷണൽ പ്രോഗ്രാം ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്. വെൽ ക്വാളിഫൈഡ് എക്സ്പീരിയൻസ്ഡ് faculty, the best in class. The institution stands tall in the academic map of India. Admission started for all batches. Come join us. നല്ല മാറ്റത്തിലേക്ക് ചുവട് വെക്കൂ. സുസ്ഥിര ഭാവിക്കായി സഹൃദയയിലേക്ക് വരൂ. Future is looking good. ഇരിങ്ങാലക്കുട രൂപതയുടെ മീഡിയ ടീം ദർശൻ മീഡിയ അവതരിപ്പിക്കുന്ന വോക്സ് ഏഞ്ചലസ് സീസൺ 3 പാർട്ട് ബൈ ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂൾ മാള. എല്ലാവരെയും 3rd എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എളിമയുടെ സന്തോഷം ലോകത്തിന് പകരാൻ പുൽക്കുട്ടിയിൽ ജനിച്ച ഉണ്ണീശോയെ വരവേൽക്കാൻ ഇതാ നമ്മോട് കൂടെ എത്തിച്ചേർന്നിരിക്കുന്നത് മാള കോറസ് ബാൻഡ്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ ഓൾ. സോ നിങ്ങൾ മാള കോറസ് ബാൻഡ് ആണ് അല്ലേ? സോ എത്ര നാളായി ബാൻഡ് സ്റ്റാർട്ട് ചെയ്തിട്ട്? 8 വർഷമാണ്. അപ്പൊ അത്രയും പ്രൊഫഷണൽ, അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ് അല്ലെ? പല വേദികളിലും പോയി പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലേ? സോ ഇന്ന് പാടാൻ പോണ പാട്ട് ഏതാ? ദിവ്യ മനോഹര താര അല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാവരും സെയിം ഏജ് ഗ്രൂപ്പ് ആണോ? ചെറിയ വിദ്യാർത്ഥികൾ, പക്ഷെ നിങ്ങളെ കണ്ട എല്ലാവരും ഒരേപോലെ യങ് യൂത്ത് അങ്ങനെയൊക്കെയാ ഫീൽ ചെയ്യുന്നത്. സോ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സാണ് നിങ്ങൾ ഇട്ടുകൊണ്ട് വന്നേക്കണം. പച്ചയാണ് നിങ്ങൾ ഇന്ന് സെലക്ട് ചെയ്തത്. ഗ്രീൻ ഏഞ്ചൽസ്. സാധാരണ മാലാക എന്ന് പറയുമ്പോൾ നമ്മളൊരു വൈറ്റ് ആണ് നമ്മുടെ മനസ്സിലോട്ട് വരുന്നത്, പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഗ്രീൻ ഏഞ്ചൽസ് ആൻഡ് വൈറ്റ് എല്ലാം ഒരു കോമ്പിനേഷൻ ആണ്. സോ എല്ലാവർക്കും എല്ലാ ആശംസകളും നേർന്നു. ഓൾ ദി ബെസ്റ്റ്. ഡു യുവർ ബെസ്റ്റ്.
എനർജറ്റിക് പെർഫോമൻസ് തന്നെയാണ് ഇവർ കാഴ്ചവെച്ചത്. നമ്മളെല്ലാവരും അത് ആസ്വദിച്ചു. ഇനി നമുക്ക് നമ്മുടെ ജഡ്ജസിന്റെ കമന്റ്സ് കേൾക്കാം. ഒറ്റ വാക്കി പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിങ്. ഈ ഹാർമണി അറേഞ്ച് ചെയ്തത് ആരാ? ഞങ്ങളെല്ലാവരും കൂടിയാ. നിങ്ങൾ ഒരു ഇടവകയാണോ? അല്ലല്ല, നിങ്ങളൊരു ബാൻഡാണ്. ബാൻഡാണ്. ഓക്കെ, ഹൗ ലോങ് യു ഹവ് ബീൻ ദേർ? ലൈക്ക് ഇങ്ങനെ ഒരു ബാൻഡായിട്ട് എത്ര കാലമായി നിങ്ങൾ പെർഫോം ചെയ്യുന്നു? 8 വർഷം. 8 വർഷമായിട്ട് ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ട്. എന്താ നിങ്ങളുടെ ബാൻഡിന്റെ പേര്? കോറസ് ബാൻഡ്. കോറസ് ബാൻഡ്. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ മാള. മാള. ഓക്കെ. എനിവേ, ഒത്തിരി ഡൈനാമിക്സ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഇത്രയും ഡൈനാമിക്സ് ഈ ഒരു ക്വയർ സിംഗിങ്ങിൽ കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. എനിക്ക് തോന്നുന്നു തുടക്കം പറയുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റേജിൽ വരെ ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസൊക്കെ നിങ്ങൾ അഡീഷണൽ കൊണ്ടുവന്ന് ഒരു പാപ്പയെ, ക്രിസ്മസ് പാപ്പയെ നിർത്തി. അതുപോലെ കോസ്റ്റ്യൂമിൽ തന്നെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രീൻ വൈറ്റ് റെഡ് ഒരു കോംബോ നിങ്ങൾ കൊണ്ടുവന്നു. അതൊക്കെ മൈന്യൂട്ട് കാര്യങ്ങളാണ്, പക്ഷെ അതൊക്കെ നിങ്ങൾ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. ഹാർമണി, നിങ്ങൾ അതിലെ ഡൈനാമിക്സാണ് എന്നെ ഏറ്റവും അധികം ഭയങ്കരമായിട്ട് സ്പർശിച്ച സാധനങ്ങൾ. ബ്യൂട്ടിഫുള്ളായി. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചത് ഞാൻ പറയാം. ഓവർലാപ്പ് സിംഗിങ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു കേട്ടോ. ഇറ്റ്സ് നോട്ട് ഈസി. അതുപോലെ ഒരു എക്കോ സിംഗിങ് കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. അതുപോലെ പിയാനോ എന്തൊരു നല്ല കോഡ് പ്രോഗ്രഷൻസ് ഒക്കെ ആയിരുന്നു. ഭയങ്കര ബാക്കിങ്, കോംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഭയങ്കര നല്ലൊരു കോഡ്സ് പ്ലേ ചെയ്തത്. അതിനെനിക്കൊരു സജഷനുള്ളത്, ഈ ചില സ്ട്രിങ്സ് വായിക്കുമ്പോൾ ഒരേ സ്ട്രിങ്സ് തന്നെ ഒഴിവാക്കി കുറച്ച് വേറെ ടോൺസൊക്കെ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനൊരു കുറച്ചും കൂടി ഒരു വെസ്റ്റേൺ ടച്ചൊക്കെ നമുക്ക് അതിന് കൊണ്ടുവരാൻ പറ്റും തോന്നി. കാരണം അവർ പാടുന്നത് മുഴുവൻ ഒരു ക്ലാസിക് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് അവരത് പാടുന്നത്. അപ്പോൾ ഒരു സാധാ സ്ട്രിങ്സ് വായിക്കാതെ വേറൊരു ടോണൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടോണൊക്കെ വരണമെങ്കിൽ കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ കോഡ്സ് ഭയങ്കര നല്ല അക്കമ്പനിമെൻ്റ് ആയിരുന്നു കേട്ടോ. ബ്യൂട്ടിഫുൾ. അതുപോലെ പിന്നെ ഈ എക്സ്പ്രഷൻ, നിങ്ങൾ പാടുമ്പോൾ കൈയൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ പാടുന്നത് തൊണ്ട കൊണ്ടാണെങ്കിലും നിങ്ങളുടെ ശരീരം മുഴുവൻ അതിനകത്ത് ഇൻവോൾവാണ്. ദാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ ടു വാച്ച്. അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പം നിങ്ങൾ ആരാ ഇതിനകത്ത് ഹാർമണി സെറ്റ് ചെയ്യുന്ന ആരാ? ഇത്രയും ഡൈനാമിക്സ് ഇത് ആരാ ഇത് ലീഡ് ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരാണ് ലീഡ് ചെയ്യുന്നത് അല്ലേ? ജസ്റ്റ് എല്ലാവരും ഉണ്ട്. പിന്നെ കിരൺ. ഓക്കെ ഓക്കെ, കീബോർഡിസ്റ്റ്, പിയാനിസ്റ്റ്. ഓക്കെ. എനിക്ക് തോന്നുന്നു ജെസിക്കയ്ക്ക് കുറച്ചും കൂടി അതിനെ ക്രിട്ടിക്കലി വാല്യൂറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഹാർമണി ബാക്കപ്പിലൊക്കെ ഉള്ളതുകൊണ്ട്. ഓട്ട് ജെസിക്ക. എക്സലൻ്റ് ആയിരുന്നു ആക്ച്വലി. ഒരുപാട്, അതായത് ഇപ്പം നമ്മൾ ജഡ്ജസ് ആയിട്ട് ഇരിക്കുവാണെങ്കിലും എനിക്ക് തോന്നുന്നു പല മൊമെൻറ്റ്സിലും നമ്മൾ ജഡ്ജ് ചെയ്യുവാണെന്നൊക്കെ മറന്നു തന്നെ പോയി. നമ്മളങ്ങ് ആസ്വദിച്ചിരിക്കുമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഭയങ്കര ഇമ്മേഴ്സ്ഡ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പാടുവാണ് എന്നാൽ ഞങ്ങളിവിടെ ഞങ്ങളിപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആരുടെയും മുഖത്തില്ല. എല്ലാവരും ആ പാടുന്നതിൽ ഭയങ്കര ഇമ്മേഴ്സ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു എന്താ, നമ്മൾ കാണുമ്പോൾ അത് ആക്ച്വലി ഭയങ്കര ഒരു ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് അത്. എനിക്ക് പിന്നെ മെലഡിയും ഹാർമണിയും, അതായത് ഇപ്പോൾ മെലഡി പാടുമ്പോൾ നിങ്ങൾ എന്താ ഒരു പോയിന്റിൽ കുറച്ച് പേര് മെലഡി പാടുമായിരിക്കും, പിന്നെ അടുത്ത ആൾക്കാർ മെലഡി പാടുന്നത്. അപ്പം നിങ്ങളുടെ വോയിസ് കൺട്രോൾ ഭയങ്കര നോട്ടീസബിൾ ആയിരുന്നു. കാരണം മെലഡി പാടിക്കഴിഞ്ഞ് നിങ്ങൾ പെട്ടെന്ന് ഹാർമണിയിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ആ ഒരു സ്വിച്ചിങ് നിങ്ങൾ ഭയങ്കര സ്മൂത്തായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ നിങ്ങളുടെ എനിക്ക് ഭയങ്കര എന്താ പറയുക, നല്ലതായിട്ട് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുടെ വവ്വൽസ്, അതായത് നിങ്ങൾ പാടുമ്പോൾ നിങ്ങളെല്ലാവരും ഒരേപോലെ നിങ്ങൾ വവ്വൽസ് പറയുന്നത്. അതായത് നിങ്ങളുടെ മൗത്തിൻ്റെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ ഭയങ്കര ഐഡൻറ്റിക്കലാണ്. അത് കാരണം തന്നെ ആ ഒരു ഹാർമണിക്ക് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ വളരെ ഭയങ്കര ബ്ലെൻഡായിട്ടാണ് എല്ലാം വരുന്നത്. നിങ്ങളുടെ കൗണ്ട് ഹാർമണീസ് അത് ഭയങ്കര നല്ലതായിരുന്നു. എക്സെപ്ഷണലി ഗുഡായിരുന്നു നിങ്ങളുടെ കൗണ്ട് ഹാർമണീസൊക്കെ. നിങ്ങളിപ്പോൾ സ്റ്റക്കാറ്റോ നോട്ട്സ് ഒക്കെ പാടുമ്പോഴും എല്ലാവരുടെയും സെയിം ഡ്യൂറേഷനാണ് നോട്ട്സിൻ്റെയൊക്കെ. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ഓവറോൾ ബ്ലെൻഡിൽ ഈ ഒരു പോയിൻറ്റ്സ് ഒക്കെ ഭയങ്കര ഒരു എന്താ പറയുക, നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നന്നായിട്ട്. പിന്നെ കോഡ് പ്രോഗ്രഷൻസ് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഹാർമണി ആണെങ്കിലും ഇപ്പോൾ പിയാനോ വായിച്ചതും എല്ലാം. മഞ്ഞ് പൊഴിഞ്ഞൊരു ശുഭരാവിലെ അവിടെ ഒരു കോഡ് വരുന്ന ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. ഒരു ഡിഫറെൻറ്റ് കോഡ് വരുന്നില്ലേ? പിന്നെ ദീപമൊരായിരം അങ്ങനെ ഒരു അവിടുത്തെ കോഡ് പ്രൊഗഷൻ ഭയങ്കര നല്ലതായിരുന്നു. പിന്നെ അറ്റ് ലാസ്റ്റ് ഗ്ലോറിയയുടെ അതും ഒരു നല്ലൊരു എൻഡിങ് ആയിരുന്നു. ഫൈനലി ആ ഒരു മാജസ്റ്റിക് എൻഡിങ് ആയിരുന്നു ഫൈനൽ ആ ഒരു ഗ്ലോറിയയ്ക്ക്.
സോ ഇൻസ്ട്രുമെൻസിന് കുഡോസ്. സോ ഓവറോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ ഒരു ക്രിസ്മസിൻ്റെ മെസ്സേജ് ഭയങ്കരമായിട്ട് നിങ്ങളിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുമായിരുന്നു. എനിക്ക് തോന്നി ആ ഗ്ലോറിയ പാടി എന്ന് പറയുന്ന അതിൻ്റെ അകത്ത് ആ ഫസ്റ്റ് 2 പ്രാവശ്യം നിങ്ങളത് പാടുന്നുണ്ടല്ലോ. അതിൽ ആദ്യത്തേൽ ലാസ്റ്റ് ലാൻഡിങ് സ്ഥലത്ത് ഇങ്ങനെ ഒരു ഉറപ്പുകുറവ് പോലെ എനിക്ക് തോന്നി 1-2 പ്രാവശ്യം. അതല്ലാതെ ത്രൂ ഔട്ട് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു, സൂതിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ വ്യൂവേഴ്സിന് ക്രിസ്മസിൻ്റെ ഫീല് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഓൾ ദി ബെസ്റ്റ്, വണ്ടർഫുൾ സിംഗിങ് ആൻഡ് മെറി ക്രിസ്മസ് ടു യു. മെറി ക്രിസ്മസ്. മെരി ക്രിസ്മസ്. നമുക്ക് വേണ്ടി ഈ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് കാഴ്ചവെച്ചത് മാള കോറസ് ബാൻഡ് ആണ്. നമുക്ക് അവരുടെ അനുഭവങ്ങൾ ചോദിച്ചറിയാം. സോ ഈ വോക്സ് ഏഞ്ചലസിൽ വന്നിട്ട് എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവം? നന്നായിരുന്നു. ഇദ്ദേഹമായിരുന്നല്ലോ നമ്മുടെ സാന്റാക്ലോസ്. നിങ്ങളുടെ ആ സ്റ്റേജ് ഡെക്കറേഷൻ എടുത്ത് പറയേണ്ടി തന്നെ ഇരിക്കുന്നു. ജഡ്ജസും ഭയങ്കര ഇംപ്രസ്ഡ് ആയിരുന്നു. എസ്പെഷ്യലി ആ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തതും ഫ്രണ്ടിലത്തെ ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്തതും അതോടുകൂടെ ഒരു സർപ്രൈസ് ഒരു ഐറ്റം തന്നെയായിരുന്നു സാന്റാക്ലോസ്. ഞങ്ങൾ എല്ലാവരും അത് എൻജോയ് ചെയ്തു. പിന്നെ എന്തായിരുന്നു നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അവിടെ പെർഫോമൻസ് ചെയ്തപ്പോൾ? എല്ലാവരും ഹാപ്പിയാണ്. എസ്പെഷ്യലി പിന്നെ നിങ്ങളുടെ ആ എക്സ്പ്രഷൻസും ആ ഒരു എനർജിയും അത് അതിഗംഭീരം തന്നെ ആയിരുന്നു. ഇനിയും നിങ്ങൾ ഉന്നതങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു.